യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിലെ ഒരു പ്രോഗ്രാമാണ്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും അത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രെസ് കുറവായിരിക്കും. നമ്മൾ കോളേജസിൽ പോയിട്ട് അവരെ കോഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ഒരു ബേസിക്സ് ഉണ്ടായിരുന്നില്ല അവർക്ക്. 2019 നോബഡി വാസ് ടോക്കിംഗ് അബൌട്ട് AI. അതായത് നേച്ചർ ഓഫ് ജോബ് വിൽ ചേഞ്ച്. ജോബ്സ് ഇല്ലാതിരിക്കുക, കംപ്ലീറ്റ്ലി ആൾക്കാർ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. പക്ഷേ സെൽഫ് കേസ് പഠിപ്പിക്കാൻ പാടില്ല കാരണം വീട്ടിലില്ല, പിന്നെ കമ്പ്യൂട്ടറിൽ മാത്രം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും പുതിയൊരു കണ്ടുപിടുത്തം വരികയാണ്, അതിൽ ടെക്നോളജി കണക്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കത് ഭയങ്കര ഈസി ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകം അവിടെ ഉണ്ട്. ഈ വേൾഡിൽ ജീവിക്കുമ്പോൾ AI-ൻ്റെ ഇതിലൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ അതിൻ്റെ ലാംഗ്വേജസ് നമുക്ക് അറിയുകയാണെങ്കിൽ വി ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ഹായ് ഓൾ, എൻ്റെ പേര് സൽമാൻ ഫാരിസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സൈബർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ UAE-ൽ, ഇന്ത്യയിൽ, US-ൽ, കാനഡയിൽ, UK-ലടക്കം സ്ഥാപനങ്ങളുള്ള അറൗണ്ട് 10ഓളം കൺട്രിയിൽ അല്ലേ ദേവക് സാർ? സാർ ഇന്ന് ഒരുപാട് കുട്ടികളെ KG ലെവലിൽ നിന്ന് സ്വന്തമായിട്ട് കോഡിങ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഡിസൈൻ തിങ്കിങ്ങിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അത് അറൗണ്ട് 3 ലക്ഷത്തിലധികം കുട്ടികൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ അവരുടെ കരിയർ മുന്നോട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, വെൽക്കം ബാക്ക്. ഇത് ഹാരിസ് സാറാണ്, സൈബർ സ്ക്വയറിന്റെ CEO ആണ്. മാനേജിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ദീപക് സാറുണ്ട്, അർബാസ് ഉണ്ട്. വെൽക്കം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ മാർക്കറ്റിൽ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇതിപ്പോ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഒരുപാട് ആൾക്കാർ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടും ഒക്കെ ഇൻസ്പയർ ആയിട്ടാണ് പലരും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, കരിയറിൽ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിലൊക്കെ നോക്കി നിന്നിട്ട് ഏതെങ്കിലും ക്രാഷ് കോഴ്സ് ഒക്കെ എടുത്തിട്ട് എവിടെ എത്താണ്ട് വീണ്ടും സ്റ്റോപ്പ് ആയിട്ട് ബാക്കോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഈവൻ ദോ ഈ 90s എസ്പെഷ്യലി ഒരു ഡിഗ്രി കഴിയുമ്പോഴാണ് എന്ത് തോന്നുക, ഓക്കെ 90s ആയിക്കോട്ടെ, ഇപ്പം ജെൻസി കാറ്റഗറി ആയിക്കോട്ടെ, ഒരു ഡിഗ്രി കഴിയുമ്പോഴാണ് തോന്നുക ഇനിയിപ്പോൾ എന്താ എന്നുള്ളൊരു തോട്ട്. അപ്പം ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടായിക്കൂടാ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്? ഹരിസ്ക, നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ജീവിക്കുമ്പം നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ലീവ് വിത്ത് റോബോട്ട്സ്. ആക്ച്വലി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെസ്ലേൻ്റെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവർ റോബോട്ട്സിനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇപ്പം വാഷിംഗ് മെഷീനുള്ള പോലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുള്ള പോലെ നമ്മുടെ കൂടെ റോബോട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റോബോട്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെഷീൻ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ ലാംഗ്വേജ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വി വിൽ ഓൾവേസ് ഹാവ് എ അപ്പർ ഹാൻഡ്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് കുറവായിരിക്കും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ. അത് ഇപ്പോഴത്തെ വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും അത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രെസ് കുറവായിരിക്കും. ആ ഒരു ഐഡിയ വെച്ചിട്ട് ആണ് അത്. ബേസിക്കലി ആ ഐഡിയ ആയിരുന്നില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളേജസിൽ പോയിട്ട് അവരെ കോഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ഒരു ബേസിക്സ് ഉണ്ടായിരുന്നില്ല അവർക്ക്, കുട്ടികൾക്ക് ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിയുന്നതാണ്. നാച്ചുറലായിട്ട് ഇത് വരികയാണെങ്കിൽ നല്ലതല്ലേ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ KG മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. KG മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തും ഒരാളെ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ലത് അവർ വളരെ കുട്ടികളായിരിക്കും. കാരണം അവർക്ക് തോട്ടില്ല ഇതെനിക്ക് പറ്റുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്കുള്ളൊരു മെയിൻലി നമ്മുടെ ലേണിങ്ങിന് ഏറ്റവും ഹിൻഡ്രൻസ് ആയിട്ട് വരുന്നൊരു കാര്യം, ഇത് പഠിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിക്കും. നമ്മളൊരു സാധനം പഠിക്കുമ്പം ലൈക്ക് ഒരു 9 years 10 years ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും, ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളോട് പോയി ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം. എല്ലാ കുട്ടികളും ചോദിക്കുന്നത് ദീപക് സാർ അല്ലേ? അപ്പൊ അങ്ങനെ എന്താവാനാണ് ആഗ്രഹം എന്നോടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സമയത്ത് ചെറുപ്പത്തിൽ പറഞ്ഞു എനിക്ക് കോടീശ്വരനാണ് ആഗ്രഹം. പക്ഷെ എന്ത് എങ്ങനെ എപ്പോഴൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതൊക്കെ കുറെ കഴിഞ്ഞൊരു എന്താ പറയാ ഒരു 10, 30, 20 വയസ്സായി 25 വയസ്സായപ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇന്ന് ഇപ്പം നിങ്ങളിവിടെ ദുബായിൽ എത്തിയിട്ടുള്ളത് ഒരു 350ഓളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിലെ ഒരു പ്രോഗ്രാമാണ്. എന്താണ് ആ പ്രോഗ്രാം? ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ന്യൂസിലൊക്കെ കൈരളി ചാനലിലൊക്കെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊന്ന് പറയാം. അത് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് ആണ് പ്രോഗ്രാമിന്റെ പേര്. അതിപ്പോ നമ്മുടെ 5th എഡിഷൻ ആണ്, 5ാമത്തെ തവണയാണ്. 1, 2, 3, 4 1, 2, 3, 4 ഇപ്പൊ നമ്മൾ 1ാമത്തെ അജ്മാനിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേത് വർഷമായിരുന്നു? 2022 നമ്മള് ഹാപ്പിറ്റാറ്റ് സ്കൂളിലാണ്
വെച്ചിട്ടാണ് നടത്തിയത്. ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുജേറയിലുള്ള എമിനൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്കൂളാണ് നടത്തിയത്. ഓക്കെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ നമ്മൾ സൗദി അറേബ്യയിലായിരുന്നു, റിയാദിലായിരുന്നു, ഡിയോൺസ് ഇൻ്റർനാഷണൽ സ്കൂൾ വെച്ചിട്ട്. ഓക്കെ നാലാമത് നമ്മൾ നടത്തിയത് വേൾഡ് ഡിജിറ്റൽ ഫസ്റ്റ് സമ്മിറ്റ് എന്നുള്ള ഒരു പേരിൽ നമ്മൾ US-ലാണ്, അമേരിക്കയിലാണ് നടത്തിയത്. അത് Okay. MIT-ലായിരുന്നു. MIT എന്ന് പറയുന്നത് ഡ്രീം പ്ലേസ് ആണ് എല്ലാവരുടെയും MIT. ടെക്കിൻ്റെ. MIT MIT മെസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഓക്കെ അപ്പോൾ നമ്മളൊരു 6ഓളം കൺട്രീസിലെ ആളുകൾ, അത് കുട്ടികളും എഡ്യൂക്കേറ്റേഴ്സും അടക്കം ഗ്രേറ്റ് അവിടെ US-ൽ വന്ന് നമ്മൾ MIT-ലെ അവിടെ വെച്ചിട്ടാണ് കുട്ടികൾ അവരുടെ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൽ ഒരു എന്താണ് ഇതിൻ്റെ റെലവൻസ് വെച്ചാൽ നമ്മളെല്ലാവരും പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, എന്നിട്ട് എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടപ്സിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, എല്ലാവരും ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നു, അല്ല അതെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നു, അതൊരു ടെക്നോളജി സൊല്യൂഷൻ ആയിരിക്കും അവർ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതെ അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ് തീർച്ചയായിട്ടും, ഒരു ബെറ്ററിലേക്ക്. അത് നല്ലൊരു ഗ്രേറ്റ് തോട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ടെക് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിൽ ഒരുപാട് ടെക് സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ ഞാൻ 1-2 ടെക് സ്റ്റാർട്ടപ്പുകൾ റീസെൻ്റ്ലി കൺസൾട്ട് ചെയ്തപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല ഈ ടെക് എന്താണ് എന്നുള്ളത്. അവർക്ക് ഐഡിയ ഉണ്ട്, അതിനിപ്പോൾ ചിലപ്പോൾ ഒരു 1 ലക്ഷം കൊടുത്തിട്ട് പറയും ഞാൻ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്ന് പറയാറുണ്ട്. ഞാൻ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ഒരു മെൻറ്റർ ഉണ്ട്, അൻസദ് എന്ന് പറയും, ആൾ മാക്സിമസിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ്. അപ്പം ഞങ്ങളിങ്ങനെ ടെക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഐഡിയോളജി സൈഡും അതിനൊരു പ്രൊഡക്റ്റ് കൺസൾട്ടൻറ്റ് വേണം, ടെക്നിക്കൽ ആർക്കിടെക്റ്റ് വേണം, അങ്ങനെ ഡിഫറെൻറ്റ് ജോബ് റോൾസ് ഒക്കെ ഉണ്ട് അവിടെ. അത് ഈ പറഞ്ഞ പോലെ ഫ്രം ദ ബിഗിനിങ്ങിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് അതൊരു ഐഡിയ ഉണ്ടാവും, ഇതെങ്ങനെ ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം ദീപക് സാർ ഇപ്പം UAE-നെ പ്രതിനിധീകരിച്ചിട്ടാണ് അല്ലേ, UAE-ൽ സൈബർ സെക്യൂരിറ്റിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഉള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് ഹെഡ് ചെയ്യുന്നത് ഇപ്പോൾ ദീപക് സാറാണ്. കേരളത്തിലാണ് അർബാസ് ഉള്ളത് അല്ലേ. കേരള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞു. അഡീഷണൽ ഓക്കെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞു. ഹരീഷ് ഓക്കെ ഹരികൃഷ്ണൻ. അപ്പോൾ അവിടെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാണ് കേരളത്തിൽ കംപ്ലീറ്റ്ലി നിങ്ങളാണ് ചെയ്യുന്നത്. അതെ. ഓക്കെ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഏത് ലെവലിൽ നിന്നാണ് കുട്ടികൾ ഇതിനെക്കുറിച്ച് ഇവർ ടെക് ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന KG ലെവലിലാണെങ്കിലും ഏത് ലെവലിൽ നിന്നായിരിക്കും കുട്ടികൾ ഇതൊരു അവയർനെസ് ആയിട്ട് എടുക്കുന്നുണ്ടാവുക, ഒരു സീരിയസ് ആവുന്ന സമയം? ഓക്കെ, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അത് സീരിയസ് ആവാന്ന് പറഞ്ഞത് പിള്ളേർ എന്തെങ്കിലും ഒരു കാര്യം ഒരു ബിൽഡ് ചെയ്തിട്ട് അവർ കാണിക്കുമ്പോഴാണ് അതിൻ്റെ എക്സൈറ്റ്മെന്റ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഔട്ട്പുട്ട് കിട്ടി കഴിയുമ്പോഴാണ് നമുക്കൊരു ട്രിഗർ ചെയ്യുന്നത്. ചെറുപ്പത്തിൽ തോണി ഉണ്ടാക്കാൻ പഠിക്കണ പോലെ. അതെ. അപ്പോൾ ഒരു ഔട്ട്കം ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ KG ലെവലിലാണെങ്കിൽ തന്നെയും അവർ പിള്ളേർ ചെറിയൊരു ആനിമേഷനോ അല്ലെങ്കിൽ ചെറിയ ഗെയിമോ ഒക്കെ അവർ ബ്ലോക്ക് കോഡിങ്ങിലൂടെയാണ് പഠിക്കുന്നത്. അങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കളിച്ച് അത് വേറൊരാൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളുണ്ട്. അവിടുന്ന് മുതലാണ് അത് തോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡിജിറ്റൽ ഫസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ അവരൊരു കസ്റ്റമറിനെ കാണുക ഓൺ ദ അതർ സൈഡ്. പലപ്പോഴും നമ്മൾ സ്റ്റാർട്ടപ്സ് അറിയാലോ, നമുക്ക് എത്ര % സ്റ്റാർട്ടപ്സ് ആണ് ഫെയിലർ ആവുന്നത്. പലപ്പോഴും ഒരു ഹു ഇസ് ഗോയിങ് ടു യൂസ് ദാറ്റ് അല്ലെങ്കിൽ എന്ത് പ്രോബ്ലമാണ് അഡ്രസ് ചെയ്യുന്നത് ഒരു കസ്റ്റമറിനെ അതർ സൈഡിൽ കാണുന്നത് പലപ്പോഴും മിസ്സിംഗ് ആയിട്ട് വരാറുണ്ട് പ്രൊഡക്റ്റിന്. പിള്ളേരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവർ പിന്നെ സ്ലോലി അവർ 4ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർ വെബ്സൈറ്റ്സുകളൊക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. നമ്മളതിൽ പഠിക്കുന്നത് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നു, ആപ്പ് ബിൽഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരൊരു പർട്ടിക്കുലർ ഡൊമൈൻ അത് എന്തോ ചിലപ്പോൾ അഗ്രികൾച്ചർ ആയിരിക്കും. നമ്മുടെ എത്രയോ സ്റ്റുഡൻസ് അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഫാമിംഗ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അവർ ക്ലിയർ ആക്കുന്നുണ്ട്. അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഒരു എന്താ പറയുക ഒരു അൽഗോരിതമിക് അപ്രോച്ച് അവർ എടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് അത് എന്ത് ടെക്നോളജി ആവാം, അത് ചിലപ്പോൾ AI ആയാലും റോബോട്ട് ആവാം, മൊബൈൽ ആപ്പ് ആവാം. എന്നിട്ട് ഫൈനലി അവർ പ്രസൻറ്റ് ചെയ്തിട്ട് ആ തോട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറുപ്പം മുതൽ തന്നെ ആ ഒരു പ്രാക്ടീസസ് കണ്ട് അതാണ് ഡിജിറ്റൽ ഫെസ്റ്റിൽ വരുന്ന ആൾക്കാർ അതർ സ്റ്റുഡൻസിലേക്ക് പോകുന്നതും അവർ എന്താണ് പിച്ച് ചെയ്യുന്നതും എന്നെ കണ്ടെത്ത ഒരു പിയർ ടു പിയർ ലേണിംഗ് കൂടെ പഠിക്കുന്ന രീതിയിലാണ് ഒരു പ്രോസസ്സ് ഉള്ളത്. മനസ്സിലായി. നമുക്ക് ഒരാൾ ഇതുവരെ ബ്രേക്ക് ചെയ്യാത്തൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് അല്ലേ സൈബർ സ്ക്വയറിന്. എന്താണ് ഹരി സാർ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ആ സമയത്ത് ആക്ച്വലി കോവിഡൊക്കെ ഉള്ള സമയത്താണ്, സെക്കൻഡ് കോവിഡ് ആ ഒരു സമയത്താണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ 2803 സ്റ്റുഡൻസ് ഒരു സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റ്സ് ലോഞ്ച് ചെയ്യായിരുന്നു ലൈവായിട്ട്. എക്സാക്ട്ലി. അപ്പോൾ അതിനാണ് നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അത് ഇറ്റ് വാസ് അറൌണ്ട് 3 to 4 hours.
അത് നമ്മൾ സബ്മിറ്റ് ചെയ്തു. 2803 കുട്ടികള് നമ്മുടെ ഫസ്റ്റ് ഹാബിറ്റഡ് സ്കൂളുമായിട്ട് ചേർന്നിട്ടാണ് ഇത് Habitat school. ഹാബിറ്റഡ് സ്കൂൾ ഹാബിറ്റഡ് സ്കൂളിലെ കുട്ടികളാണത്. അതെ സൈബർ സ്ക്വയർ ഹാബിറ്റഡ് അതെ ഹാബിറ്റഡ് സ്കൂളിലാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2014. അപ്പോൾ അതേപോലെ തന്നെ ഹാബിറ്റഡ് സ്കൂളിലാണ് 2019 ആദ്യമായിട്ട് AI ലാബും വരുന്നത്. 2019 നോബഡി വാസ് ടോക്കിംഗ് അബൌട്ട് AI. 2022 പിന്നെ ChatGPT ലോഞ്ച് ആയതിനു ശേഷമാണ് ആൾക്കാർ AI കുറിച്ച് സംസാരിക്കാനും സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് എന്താ പറയുക ലാർജ് ലാംഗ്വേജ് മോഡൽസ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് കുറേ മുമ്പ് 2018 തന്നെ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ AI ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ എന്നോട് നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ദീപക് സാർ പറഞ്ഞു ഞങ്ങൾ ഈ മാർക്കറ്റിൽ ഇതിനെക്കുറിച്ച് ആളുകൾക്ക് അവയർഡ് അല്ലാത്ത അല്ലെങ്കിൽ മാർക്കറ്റ് ഫിറ്റ് ആവുന്നതിന് മുമ്പേ മാർക്കറ്റിൽ വന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം എക്സാക്ട്ലി ഏത് വർഷമാണ് സൈബർ സ്ക്വയർ സ്റ്റാർട്ട് ചെയ്തത്? 2014 നമ്മൾ സ്റ്റാർട്ട് 14 അത് ഹാബിറ്റഡ് സ്കൂളിലാണ്. പിന്നെ നമ്മൾ 2017 നമ്മൾ ദയാപുരം സ്കൂൾ കോഴിക്കോടുള്ള അവരാണ് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സ്കൂൾ ടു സ്റ്റാർട്ട് AI ആൻഡ് കോഡിംഗ് ആസ് പാർട്ട് ഓഫ് ദ കരിക്കുലം. ഓക്കെ. 10 വർഷം കൊണ്ട് 3 ലക്ഷം കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പം ഈ 3 ലക്ഷം കുട്ടികൾ അല്ലെങ്കിൽ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ അതിന് ഇൻഫ്രാസ്ട്രക്ചർ അത്രത്തോളം അടിപൊളിയായിരിക്കണം, അതിൻ്റെ ഒരു സിസ്റ്റം അടിപൊളിയായിരിക്കണം, അതിൻ്റെ മൊഡ്യൂൾസ് അത്രയും ഡിഫൈൻഡ് ആയിരിക്കണം, ടെക്നോളജിക്കലി അഡാപ്റ്റഡ് ആയിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പം ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ബാക്ക് എൻഡിൽ എങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങൾക്ക് അറൗണ്ട് എത്ര ടീം ഇപ്പോൾ കറന്റ്? നമുക്ക് 100+ ടീമുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് ബേസിക്കലി IT ഇൻഫ്രാസ്ട്രക്ചർ ആണ്. IT-യിൽ നമ്മൾ AWSന്റെ പാർട്ട്നേഴ്സാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആക്ച്വലി നമ്മുടെ കോഡിങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെക്നോളജി ആർക്കിടെക്ചർ അത്രയും നല്ലതായതുകൊണ്ടാണ് നമുക്ക് ആമസോണിൻ്റെ പാർട്ട്ണർ ആകാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ പാർട്ട്ണറാണ്. അതേപോലെ തന്നെ മോങ്കോ ഡി ബിയുടെ സ്റ്റാർട്ടപ്പിനകത്ത് നമ്മൾ രജിസ്റ്റേർഡ് ആണ്. അപ്പം ബേസിക്കലി നമ്മൾ മോങ്കോ ഡി ബിൻ്റെ എന്താ പറയുക അറ്റ്ലസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ GCPൻ്റെ AI-യുടെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. AWS ആണ് നമ്മളെ മെയിൻ പ്ലാറ്റ്ഫോം. അപ്പം അതൊരു കംപ്ലീറ്റ്ലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൊക്കെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൺ ക്ലൗഡ്. ഓക്കെ. അപ്പം നമ്മളിപ്പം അരിസർ ഇപ്പോൾ ഉള്ളത് UK-ലാണ് അല്ലേ? അപ്പം UK ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഉള്ളത് UK-ലാണ് സൈബർ സ്ക്വയറിന്റെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൺട്രീസ്, എനിക്ക് തോന്നുന്നു 10ഓളം കൺട്രീസാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അത് ഏതെല്ലാം കൺട്രീസ് ആണെന്ന് ക്ലാരിറ്റി, ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻസ് എവിടെയാണ് ഉള്ളത്? ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്കൂൾസ് ഉള്ളത് നമുക്ക് ഇന്ത്യയിലാണ്. നമ്മൾ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് UAE-ലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗദി, ബഹ്റൈൻ, ജോർദാൻ, പിന്നെ കാനഡ, പിന്നെ ആഫ്രിക്കൻ കൺട്രീസ്, എത്യോപ്യ, അങ്ങനെയുള്ള കുറച്ച് കൺട്രീസിലാണുള്ളത്. ഓക്കെ. ഇപ്പം നമ്മൾ പലരും ഒരു പ്രൊഡക്റ്റാണ് ഒരു ബ്രാൻഡാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ USP എന്തായാലും ചോദിക്കും. ഇപ്പോൾ അർബാസ് എനിക്ക് വന്ന സമയത്ത് എൻ്റെ USP ഇതാണെന്നൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ, അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് നമ്മൾ ഒരു സൈബർ സ്ക്വയറിൻ്റെ USP എന്ന് പറയുന്നത് അർബാസ്? നമ്മൾ സൽമാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ടും നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് സൈബർ സ്ക്വയറിനെ സംബന്ധിച്ച്. ഇപ്പോൾ സൈബർ സ്ക്വയർ 2 വേർഡാണ് ആക്ച്വലി. സൈബർ എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്നോളജിയായിട്ട് പല വിധത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഈ സ്ക്വയർ എന്ന് പറയുന്നതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്. അതാണ് സൈബർ സ്ക്വയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ ഫസ്റ്റ് ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നു കുട്ടികളെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ IT ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള AI ആയിക്കോട്ടെ, ഇപ്പം അതിൻ്റെ തന്നെ കോണ്ടന്റ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി, ICT, കോഡിങ്, AI അങ്ങനെ ഒരുപാട് അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകും. സൈബർ സെക്യൂരിറ്റി അങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പഠിപ്പിക്കാം. ആ കോൺസെപ്റ്റ് പഠിച്ചതിന് സ്വാഭാവികമായിട്ട് കുട്ടി പിന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ചെയ്യണം. അവിടെയാണ് പിന്നെ വേറെ ആരും കൊടുക്കാത്തൊരു USP ഞങ്ങൾ കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനൊരു ഡിജിറ്റൽ കണ്ടന്റ് അല്ല, ഞങ്ങൾ അതിനൊരു പ്ലാറ്റ്ഫോം കൊടുക്കുകയാണ്. അതായത് നിലവിൽ എക്സിസ്റ്റിംഗ് സ്കൂളിലുള്ള കമ്പ്യൂട്ടർ ലാബ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ലാബിൻ്റെ ഒരു ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 40 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ അവർ പ്രൊജക്റ്റ് ചെയ്തു. ഈ 40 മിനിറ്റിൽ ആ കുട്ടി ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അവനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഒന്നുകിൽ അവർക്ക് ആ സിസ്റ്റം എന്ത് ചെയ്യണം, ആ സിസ്റ്റം തന്നെ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് സേവ് ചെയ്യാൻ ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വരുന്നതോട് കൂടിയിട്ട് ഒരു കമ്പ്യൂട്ടർ ലാബ് കംപ്ലീറ്റ് ഒരു ക്ലൗഡ് ബേസ്ഡ് കമ്പ്യൂട്ടർ ലാബിലേക്ക് എന്ത് ചെയ്യും, മാറും. ഓരോ കുട്ടിക്കും യൂസർ നെയിം പാസ്വേഡ് ഞങ്ങൾ കൊടുക്കും. അത് അവൻ്റെ പേഴ്സണലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇതേ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കോൺസെപ്റ്റ് പഠിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇതിൽ ടീച്ചേഴ്സിൻ്റെ ഒരു സൈഡ് ഉണ്ട്. ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ചത് 40 മിനിറ്റ്സിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവാലുവേഷൻ ചെയ്യാൻ പറ്റില്ല. ഇനി വലിയ ക്ലാസ്സിലേക്ക് ഹയർ ഗ്രേഡ്സിലേക്ക് വരുമ്പോൾ പൈത്തൺ പ്രോജക്റ്റ് ഇത്ര കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ പൈത്തണൊക്കെ ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, അവർക്ക് വീട്ടിൽ നിന്നോ എവിടുന്നോ എന്ത് ചെയ്യാം, അവർക്ക് ഇവാലുവേഷൻ കാര്യങ്ങൾ നടത്താൻ പറ്റും. അവർക്ക് റീസബ്മിഷന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇനി ഓരോ കുട്ടിക്കും ഓരോ പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് കസ്റ്റം ചെയ്തിട്ട് ഇപ്പം 6th ഇയറിൽ
പിന്നെ ദീപക്കിന് ഇന്നൊരു പ്രൊജക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ കൊടുക്കാൻ പറ്റും അവർക്ക്. ഓക്കെ. പിന്നെ ഈ ലെസൺ പ്ലാൻ, ഇപ്പോൾ ഒരു ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യങ്ങളാണ് ലെസൺ പ്ലാൻ, വർക്ക് ഷീറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അവരുടെ. പിന്നെ ഹാൻഡ് ബുക്ക് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എന്താണ് അവൈലബിൾ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിലവിലുള്ള ഒരു കമ്പ്യൂട്ടർ സയൻസ് ടീച്ചിങ്ങിൻ്റെ ഒരു ഈ സൈബർ സ്ക്വാഡ് വരുമ്പോൾ അതിനൊരു എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ പ്രാക്ടിക്കലും ചെയ്ത കുട്ടിയെ സംബന്ധിച്ച് പിന്നെ അവനിക്ക് എന്താണ് അടുത്ത് എന്തുണ്ടാവും, അവനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. അവൻ പഠിച്ച കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ റോബോട്ടിക് കിറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സൈബർ സ്ക്വാഡിനെ പ്രൊവൈഡ് ചെയ്യും. ഈ കിറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാവുക? കിറ്റിൽ ആർഡിനോ ബോർഡ്, അങ്ങനെ അതിൻ്റെ ഒരുപാട് പ്രൊജക്റ്റ് ആണെങ്കിൽ എന്താണ് പ്രൊജക്റ്റ്, അതിനിപ്പോൾ ഒരു 2 ഇക്കോ സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ ഒന്ന് നമ്മൾ ഫിസിക്കലായിട്ടുള്ളത് വേണം, പിന്നെ ഇത് പ്രോഗ്രാം ചെയ്യാൻ അത്തരം കാര്യങ്ങൾ വേണം. അപ്പോൾ അതും നമ്മുടെ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത് 3 കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്താണ് അടുത്ത വേണ്ടത്, നമുക്കിതൊന്ന് എക്സിബിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ എക്സിബിഷനാണ് നമ്മുടെ ഡിജിറ്റൽ ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ഫെസ്റ്റിൽ വരുമ്പോൾ കുട്ടികൾ ഇത് അവരുടെ പ്രൊജക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മിഷനിൽ അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഒരു ഗ്ലോബൽ ഡിജിറ്റൽ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ കളക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവർ സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ സജസ്റ്റ് ചെയ്യാണ് കുട്ടികളുടെ ഈ പ്രൊജക്റ്റ് നീ അവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അൻസാറിൽ നടന്ന് ഗ്ലോബൽ ഡിജിറ്റൽ ഫെസ്റ്റ് അങ്ങനെ ഉണ്ടായി. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാണ്, കുട്ടികൾ ഓൺ പ്രൊജക്റ്റ് കൊണ്ടുവരികയാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൊജക്റ്റ് അല്ല, അതിലുപരി അവർ ഈ സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലം എടുത്തിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് അവർ വരികയാണ്. അപ്പോൾ ഈ സൊല്യൂഷനായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, അവർ ഇപ്പോൾ നേരത്തെ ദീപക് സാർ പറഞ്ഞതുപോലെ അവർ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യും. അപ്പോൾ അവരതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യും, ഡിഫൈൻ ആക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഇതിന് കൃത്യമായിട്ടുള്ളൊരു എൻഡുള്ള ഒരു സ്ട്രക്ചർ, ഒരു സ്ക്വയർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഒരു ടെക് ഓൺട്രപ്രണേഴ്സിനൊക്കെ നമുക്കിത് സൈബർ സ്ക്വയറിന് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലേ? ഒരു 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം KG ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും, ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ 10 വർഷം മുമ്പ് ഇനി ഒരു 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ ഇപ്പോൾ പലരും ഇപ്പോൾ ടെക് ഓൺട്രപ്രണേഴ്സ് ആവാൻ ശ്രമിക്കുന്ന ഒരു ടൈം ആയിട്ടുണ്ടാവും. ടെക് എൻ്റർപ്രണേഴ്സ് എന്ന് മാത്രമല്ല, അതിലുപരി നമുക്കിനി ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും പുതിയൊരു കണ്ടുപിടുത്തം വരികയാണ്, അതിൽ ടെക്നോളജി കണക്ട് ചെയ്യാതെ നമുക്ക് ഏത് നിങ്ങൾ ഇൻഡസ്ട്രി എടുത്തോ, ഏത് മേഖല എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അവർക്കൊരു സയൻസിൽ അല്ലെങ്കിൽ പിന്നെ അഗ്രികൾച്ചറിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്കത് കണക്ട് ചെയ്യാം, അവർക്ക് കുറച്ചുകൂടെ അവരുടെ പ്രൊഡക്റ്റിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നാച്ചുറലായിട്ട് വരും അവർക്ക്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇതൊരു നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ഓൾവേസ് അതിനൊരു ടെക് പാർട്ട് ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞില്ല, അപ്പോൾ ആ ടെക് നാച്ചുറലായിട്ട് വരികയാണെങ്കിൽ അവരുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. പിന്നെ അടുത്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഫെയിൽ ഫാസ്റ്റ് ഓൾസോ. കാരണം അവർ ഇത്രയും കാര്യങ്ങൾ സ്കൂളിൽ തന്നെ ചെയ്തു, പിന്നെ കോളേജിലെത്തുമ്പോൾ ഒരു വേറെ ലെവലിലുള്ള പ്രൊജക്ട്സ് കൊണ്ടുവരാം. പിന്നെ അവർ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവർ ദേ മസ്റ്റ് ഹാവ് ഓൾറെഡി ഫെയിൽഡ് ഇൻ സോ മെനി അറ്റംപ്റ്റ്സ്. അപ്പോൾ അതൊക്കെ ആ ഫുൾ ലേണിംഗ് വെച്ചിട്ടായിരിക്കും അവർ നെക്സ്റ്റ് അവരുടെ വെഞ്ചർ ട്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സക്സസ് ആവാനുള്ള റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഹാരിസ് സാർ NIT ഗ്രാജുവേറ്റ് ആണ്, റൈറ്റ്? ഹാരിസ് സാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ ഈ ഒരു കമ്പനി ലെവലിലേക്ക് ഇതിൻ്റെ ലീഡർഷിപ്പിലായിരിക്കും. ഹാരിസിൻ്റെ എൻ്റെ ഒരു പർപ്പസ് എന്നുള്ള രീതിയിൽ ഈ സൈബർ സ്ക്വയർ ബിൽഡ് ചെയ്തപ്പോൾ ഇന്ന് 7ഓളം ഡയറക്ടേഴ്സ് ഇതിലുണ്ട്, 100ഓളം മെമ്പേഴ്സ്, 100-ലധികം മെമ്പേഴ്സ് നമ്മളുടെ കൂടെ ഉണ്ട്, ടീം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സൈബർ സ്ക്വയറിനെ ഈ ഒരു ലെവലിലേക്ക് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടും അത് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മെയിൻലി ഇപ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരു നോർമൽ കമ്പനിക്ക് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ഹെൽപ്പായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അതായത് ഒരു NIT പഠിച്ചാകുമ്പോൾ അവിടെയുള്ള ആ ഒരു സർക്കിളിൽ നമുക്ക് കുറേ കൺസൾട്ടിങ് ഒക്കെ നമുക്ക് ഇനീഷ്യലി നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പലരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു NIT എക്സാക്ട്ലി, അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജസിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ മുമ്പേ പോയത് കൊണ്ട് എന്താ പറയുക, നമുക്ക് കുറേ നമ്പേഴ്സൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷമാണ് പെട്ടെന്ന് നമ്പേഴ്സൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ നമ്മൾ ആ ഒരു നെറ്റ്വർക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോളേജായിരുന്നു ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും ടോപ്പ് ആ സമയത്ത്. ഐ മീൻ ഈവൻ ദോ IITs ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ വന്നത് നമ്മുടെ NIT അലഹാബാദിലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു എന്താ പറയുക, ആ ഒരു നമ്മൾക്കൊരു ആവേശമായിരുന്നു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമേഴ്സ് ആവുക, കോഡേഴ്സ് ആവുക. അപ്പം ഇപ്പോൾ നമ്മുടെ ഒരു വിഷൻ തന്നെ പറയുന്നത് 10 മില്യൺ കോഡ് ആൻഡ് AI ലിറ്ററേറ്റ്സ് ഓൾ ഓവർ ദി വേൾഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ വരുന്നത് ഈ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു എക്കോസിസ്റ്റത്തിൽ വന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണെന്ന്. തീർച്ചയായിട്ടും ആ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ തോട്ട് പ്രോസസ്സും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു 20 years മുമ്പെയാണ് ഗ്രാജുവേറ്റ് ആയത്, റൈറ്റ്? Yeah. 20 വർഷമായി ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ 20 വർഷത്തിൽ ഫേസ് ചെയ്ത് ഇപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടെത്തി ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ അതിൽ ഫേസ് ചെയ്ത ചലഞ്ചസും ഉണ്ടാവും ഒബ്വിയസ്ലി. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അതിനെ എന്താ പറയുക ടാക്കിൾ ചെയ്തിട്ടുള്ള ചലഞ്ചസ് അതെന്തെങ്കിലും ഒരു പറയാനുണ്ടോ? അതായത് കുറേ ചലഞ്ചസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഒരു ഇതായിട്ടുള്ള ഒരു ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ വേർഡ്, എക്സൽ. ആൾക്കാർ എപ്പോഴും പറയും വേർഡും എക്സലൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ആണെന്ന്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഗൂഗിൾ ഷീറ്റ്സ്, ഗൂഗിൾ ഡോക്സ് ഒക്കെയാണ്, ഇത് ക്ലൗഡ് ബേസ്ഡ് ആണ് സിസ്റ്റംസ്. അപ്പോൾ അത് കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് കുറേ ടൈം എടുത്തു. കാരണം ഇപ്പോൾ ഞാനൊക്കെ വേർഡ് എക്സൽ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 കൊല്ലെങ്കിലും ആയി. ഓക്കെ, അപ്പോൾ പക്ഷെ അങ്ങനെയുള്ള അതൊരു കുറച്ചൊരു എന്താ പറയുക ഒരു ഇതായിരുന്നു. ടീച്ചേഴ്സിനോട് എത്ര പറഞ്ഞാലും അവർ പറയും, കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളതല്ല. അപ്പോൾ നമ്മൾ പറയും വീട്ടിൽ പോയി കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ കെമിസ്ട്രിയിൽ സൾഫ്യൂരിക് ആസിഡ് പഠിപ്പിക്കുന്നുണ്ട്, അത് നിങ്ങൾ വീട്ടിലുണ്ടോ? പക്ഷേ അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി ടീച്ചറോട് പറയുമോ സൾഫ്യൂരിക് ആസിഡ് പഠിപ്പിക്കാൻ പാടില്ല കാരണം വീട്ടിലില്ല? പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ മൈക്രോസോഫ്റ്റ് മാറ്റിയിട്ട് ഉബുണ്ടു സിസ്റ്റം അല്ലെങ്കിൽ ലിനക്സ് സിസ്റ്റത്തിലേക്ക് പറയുമ്പോൾ അത് വീട്ടിലില്ല, അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല. അപ്പം പിന്നെ ഈ ഒരു ഡിസ്കഷൻ, അതായത് വീട്ടിലുള്ളത് അല്ലെങ്കിൽ പാരൻസിന് കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോഴൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള സബ്ജക്ട്സും അങ്ങനെയല്ലല്ലോ പഠിക്കുന്നത്. ഒരു പരിധിവരെ നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് കൂടി തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പരിധിവരെ അല്ലേ? അവൈലബിലിറ്റി ഉണ്ടാവും ടെക്കിന്റെ. ഇല്ല, ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് വളരെ ചെറുതാണ്. നമ്മൾ വെച്ചാൽ നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞ ഒരു ഫ്രണ്ട്സും എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഈ സിസ്റ്റം ബിൽഡ് ചെയ്തത് നമ്മൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഇതിൻ്റെ ഈവൻ നമ്മുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാനെപ്പോഴും പറയും, ഒരു ബിരിയാണി വാങ്ങിക്കാൻ ഇപ്പം കോഴിക്കോട് എനിക്ക് അറിയാലോ 250 ഉറുപ്പിക കൊടുക്കണം. ഒരു ബിരിയാണി വാങ്ങിക്കുന്ന കോസ്റ്റിനേക്കാൾ കുറവാണ് പെർ മന്ത് നമ്മുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഒരു ബിരിയാണി വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കോഡിങ് പഠിക്കാം. എക്സാക്ട്ലി 1 മന്തിലേക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഒരു 10 മാസമാണ് ഇപ്പോൾ ബേസിക്കലി 2 months വെക്കേഷൻ ആണല്ലോ. 3-4 ബിരിയാണി ഒക്കെ എന്തായാലും പുറത്ത് കഴിക്കുമല്ലോ. അപ്പോൾ എൻ്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പം ലൈക്ക് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. അതായത് ഇപ്പോൾ കോഡിങ് ഒക്കെ പഠിപ്പിക്കുന്നത് പൈസയുള്ള വീട്ടിലെ കുട്ടികളെ അല്ലെങ്കിൽ എക്സ്പോഷറുള്ള കുട്ടികളാണ്. അതിന് വിട്ടിട്ട് നമ്മളൊരു എന്താ പറയുക എല്ലാവർക്കും ഇത് പഠിക്കണം എന്നുള്ള ഒരു വിഷയം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചീപ്പായിട്ട് ഇത് കൊടുക്കാൻ നമുക്ക് നമ്മൾ ഈവൻ കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ വരെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതെ, CBSE സ്കൂൾ മാത്രമല്ല എയ്ഡഡ് സ്കൂളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മൊത്തത്തിൽ ആക്കാന്നുള്ള ഒരു ജനറൽ ആക്കാമെന്ന. ഇപ്പം എല്ലാവരും പറയില്ല ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന സാധനം. അതായത് ആൾക്കാർ ഗാഡ്ജറ്റ്സ് ഉള്ള ആൾക്കാർ അത് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിരുന്നത് കോവിഡിന്റെ സമയത്താണ്. അതായത് വെൻ ഇറ്റ് വാസ് ഷട്ട് ഡൗൺ, people who don't have internet and computer, they are completely എന്താ പറയുക deprived of education or knowledge. ഇനി അങ്ങോട്ടുള്ളത് ഇപ്പോൾ AI ഡിവൈഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതും കൂടെ നമ്മളൊരു ശരിയാണ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ ഞാനിപ്പോൾ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലെ മാറ്റങ്ങൾ തന്നെ ഇപ്പം ഞാൻ മുമ്പ് നമുക്ക് ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ എഫിഷ്യൻസിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര തന്നെ ടീം മെമ്പേഴ്സിൻ്റെ ആവശ്യം വരാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പം പലരുടെയും കൺസേൺ ആണ് ഈ AI അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ആവും, റോബോട്ടിക്സ് വരും, അപ്പോൾ ഒരുപാട് പേരുടെ ജോലി പോകും. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു ഡിബേറ്റ് കൂടിയാണത്. മുമ്പ് കമ്പ്യൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു, പാരിസാർ പറഞ്ഞ പോലെ തന്നെ അന്നും ആൾക്കാർ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധ്യതകൾ കൂടുകയാണ്. എസ്പെഷ്യലി ഹ്യൂമൺ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക സർവൈവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ പോലും അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയിരിക്കില്ല ഇൻ ഫ്യൂച്ചറിൽ അവർ ചെയ്യാൻ പോകുന്നു എന്നുള്ള റിയാലിറ്റി കൂടെ മനസ്സിലാക്കേണ്ട കാര്യമില്ലേ? എക്സാക്ട്ലി, അതാണ് ആ പോയിന്റ് നമ്മൾ പറഞ്ഞത്. അതായത് നേച്ചർ ഓഫ് ജോബ് വിൽ ചേഞ്ച്. ജോബ്സ് ഇല്ലാതിരിക്കുക, കംപ്ലീറ്റ്ലി ആൾക്കാർ വെറുതെ ഇരിക്കുക എന്നുള്ളതിലേക്കല്ല. പക്ഷെ നമുക്ക് ആ ഒരു വേൾഡിൽ നമുക്ക് വേണ്ട സ്കില്ല് ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാക്ട്ലി, അത് AI ബേസ് ചെയ്തിട്ട് നമുക്ക് ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് AI അല്ലെങ്കിൽ ഇൻ എ ബെറ്റർ വേ വിൽ ബി ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു ഏജൻ്റായി നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ലോകത്തിൽ സർവൈവ് ചെയ്യാന്ന് പറയും. അത് റിയാലിറ്റിയാണ്. അതിൽ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? മീൻസ് ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ദുബായിൻ്റെ കേസ്, UAE കേസ് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ റൂം എടുത്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ തന്നെ വണ്ടി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക,
റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, അങ്ങനത്തെ ഏജന്റുമാരായി നിൽക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. നാളെ ഈ AI എന്താ പറയുക ഒരു ടൂളായിട്ട് വരുമ്പം ഈ ടൂളൊക്കെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരാളെ മാത്രം മതി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവില്ലേ? അപ്പം അതിനെന്താണ് പറയാനുള്ളത്? പക്ഷേ ജസ്റ്റ് അത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരിക്കും. കാരണം ബേസിക് ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാൽക്കുലേറ്റർ വന്ന സമയത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു കാൽക്കുലേറ്റർ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി കുറയും, അങ്ങനത്തെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. അപ്പം എൻ്റെ പോയിന്റ് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ AI ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറച്ചുകൂടി കൂടുതലായിരിക്കണം. ഇൻ ടേംസ് ഓഫ് അതിനൊരു ക്ലാരിറ്റിയിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോഡിങ് തന്നെ ചില ആൾക്കാർ പറയും കോഡിങ് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഓക്കെ, AI കോഡ് ചെയ്യും, അപ്പോൾ പിന്നെ കോഡിങ് പഠിക്കേണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസൊക്കെ നമ്മളൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് കോഡിലാണ്. അത് ശരിയാണോ തെറ്റാണോ എന്താ വന്നതെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് അറിയണം. അപ്പോൾ ഉള്ളൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു കോഡ് എഴുതുക എന്നുള്ളത് വിട്ടിട്ട് അതിൻ്റെ ബെസ്റ്റ് യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അപ്പോൾ പിന്നെ നിങ്ങൾ അതിൻ്റെ മുകളിലോട്ട് പോകും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോബിന് ജോയിൻ ചെയ്തു, നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പോയിട്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും അല്ലേ? മാനേജർ എന്താ ചെയ്യുക, അത് നോക്കിയിട്ട് ഇത് ഓക്കെ ആണെന്ന് പറയും. അപ്പോൾ ആർക്കാണ് കൂടുതൽ വിവരം വേണ്ടത്? ഈ ചെയ്യുന്ന ആൾക്കാർക്കാണോ അത് മാനേജർക്കാണോ കൂടുതൽ വിവരം വേണ്ടത്? മാനേജർക്കല്ലേ. അപ്പോൾ ഈ ചെയ്യുന്ന ആള് AI എന്ന് വിചാരിക്കുക, പക്ഷെ അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? ഏതിനേക്കാളും വിവരം നിങ്ങൾക്ക് വേണ്ടി വരും. നമ്മൾ പറയണത് റൈറ്റ് അല്ല എന്നുള്ളത്, റൈറ്റ് ആണോ ഇതാണോന്നല്ല, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കാണല്ലോ അറിയാം. ആ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ ഇതായിരിക്കും. അപ്പം നിങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഓക്കെ AI പറഞ്ഞോടെ അങ്ങനെ ചെയ്യാന്നുള്ളിടത്തേക്ക് നിങ്ങൾ അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാനിതിനൊരു കുറച്ചും കൂടി ഡിബേറ്റബിൾ ആവാനല്ല കേട്ടോ, സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ ഒരു AI കൂടി ഡെവലപ്പ് ചെയ്താലോ? പക്ഷെ അതിന് ഡെവലപ്പ് ചെയ്യുന്ന ആളുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി പോകുന്നു പറഞ്ഞു. ആക്ച്വലി എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു മൈഗ്രേഷൻ ഡിജിറ്റൽ ഇത് നടന്നു. അപ്പം ഇതേ രീതിയിൽ ഇനിയിപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇക്കോസിസ്റ്റം കംപ്ലീറ്റ് AI എന്ത് ചെയ്യും, ഇത് ചെയ്യും. അപ്പോൾ അതിനെ ലീഡ് ചെയ്യാൻ ആരുമാണോ? ആൾക്കാർ. ഇപ്പോൾ ഓരോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമാണ് അതത് സമയത്ത് ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ സൊസൈറ്റിനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെ, അതായത് ഫ്യൂച്ചർ അടുത്ത റെവല്യൂഷനെ അല്ലെങ്കിൽ കറണ്ട്, ഇപ്പം നമ്മൾ ഇപ്പോഴും ഫ്യൂച്ചറാണ് AI എന്നൊക്കെ പറയുന്നത്, ശരിക്കും നമ്മൾ കറണ്ടിലാണ്. അപ്പൊ അതിലേക്ക് ആൾക്കാർ അതിന്റെ ആ ഒരു കാലത്തേക്ക് ആൾക്കാർ ആപ്റ്റായി വരണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇത് പഠിച്ചേ എന്തേ ഉള്ളൂ എങ്കിൽ മാത്രമേ അവർക്ക് അതിനെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് വേൾഡ് എങ്ങനെയാണല്ലോ ഇങ്ങനെ ഓരോ നെക്സ്റ്റ് ലെവൽ ഇങ്ങനെ വരികയാണല്ലോ. അല്ല, ടെക്നോളജിക്കലി ആണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ഒക്കെ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ദ ഹ്യൂമൻ ബ്രെയിൻ ആണെങ്കിലും അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ UAE ഒരു സർക്കുലർ വന്നല്ലോ, അവർ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലും അവർ പറയുന്നതാണല്ലോ പ്രോബ്ലം സോൾവിങ്ങും അടുത്ത ലെവലിലേക്ക് വേൾഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുട്ടികൾ നിർബന്ധമായിട്ട് ചെറിയ ക്ലാസ് മുതൽ ഇത് പഠിക്കണം എന്നാണ് അവിടെ. പിന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ വന്നൊരു കാര്യമാണ് ദേവു സാർ, എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിലുള്ളത് ഒബ്വിയസ്ലി ഇന്ത്യൻ സിലബസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാറ്റിമറിക്കാമെന്ന ആൾക്കാരാണ്. എനിക്ക് തന്നെ കേരളത്തിൽ മാത്രം ഒരു +2 പാസ്സാവുന്ന കുട്ടികൾ ഒരു വർഷം 3 ലക്ഷം 4 ലക്ഷമാണെന്ന് തോന്നുന്നു. എക്സാക്റ്റ് കൗണ്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇയറും പാസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പം സൈബർ സ്ക്വയറിൽ ആകെ ടോട്ടൽ എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 lakhs സ്റ്റുഡൻസ് ആണ് വന്നത്. ഇപ്പം ഞാൻ പറയുമ്പം സൈബർ സ്ക്വയറിൽ മേ ബി ഒരു 1 million 2 million സ്റ്റുഡൻസ് വന്നാലായിരിക്കും ഒരു പരിധി വരെ നമ്മൾ ഇന്ത്യയിലുള്ള കുട്ടികളൊക്കെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാൻ പറ്റുന്നുണ്ടാവാം. അപ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്താണ് എൻ്റെ സാർ? അപ്പോൾ ആ ഒരു ചേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത് ചോദിച്ചുകൊണ്ട് പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം. നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോളേജ് ഗ്രാജുവേറ്റ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിലെ കോൺടാക്ട് നോക്കുകയാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു 2011-12 ആ സമയത്തൊക്കെ ഒരു 85% ഓഫ് ദ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആർ അൺഎംപ്ലോയബിൾ എന്നായിരുന്നു. They have the degree, 4 വർഷം അവർ പോകുന്നുണ്ട്, പക്ഷേ they are not fit in the job. They are not ready to work in an environment. ഒരു പ്രൊജക്റ്റിലേക്ക് വർക്ക് ചെയ്യാനുള്ള സ്കില്ലായിരുന്നു അവർക്ക് ലാക്കിങ്. അവിടുന്ന് നമ്മളെ തുടക്കം. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളത് ആ സ്കില്ല് ചെറുപ്പം മുതൽ തന്നെ ഇൻഫ്യൂസ് ചെയ്യുക, ആ ഒരു കൊടുക്കുക എന്നുള്ള ലെവലിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെൻ വി ലുക്ക് അറ്റ് ദ ഹോൾ കരിക്കുലം എന്താണ് ഇവർ ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് ദ ഡയമെൻഷൻ വാസ് മോർ ഓഫ് ഹൗ ടു യൂസ് എ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള പഠിപ്പിക്കലായിരുന്നു നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ICT അങ്ങനെയാണ് ആ പേര് വിളിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഒരു ഷിഫ്റ്റ് എടുത്തിട്ട്
അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള തോട്ട് പ്രോസസ്സ് കൊണ്ടുവരിക എന്നുള്ളതിലൊക്കെയാണ് നമ്മൾ Cyber സൈബർ സ്ക്വയറിൻ്റെ Square പൊസിഷനിങ് വന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ഇവർ പിന്നെ ഇപ്പോൾ വേർഡും നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ വേർഡും എക്സലും പവർ പോയിന്റും പഠിച്ച് അവിടെ അവസാനിക്കുന്നതിന് പകരം അവർ അതിൻ്റെ അപ്പുറത്തേക്ക് റിയൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ പഠിച്ച് അവർ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന സ്റ്റേജിൽ വന്നത്. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. നമുക്ക് ഈ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് മാർക്കറ്റാണ്. അത്രയും വലിയ നമ്പേഴ്സാണ്. ഒരു മേജർ ഒരു ചേഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടാക്കാനായിട്ട് വി നീഡ് ടു റീച്ച് മോർ മില്യൺസ് ഓഫ് സ്റ്റുഡൻസ്. അതിൽ അപ്പൊ മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് പാരന്റ്സ് നമ്മൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യണം. അതെ, ആ ഒരു അവയർനെസ് അതാണ് ഇനീഷ്യൽ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ അറിയാലോ. ഒരു മാർക്കറ്റിൽ കോഡിങ്ങും AI പഠിക്കണം എന്നുള്ള അവയർനെസ് ഇല്ലാത്ത സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതും തുടങ്ങുന്നതും അത് നമ്മൾ കൺവിൻസ് ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു ടൈമിൽ എടുക്കേണ്ട ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ആ മാർക്കറ്റ് റെഡി അല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം ഇനീഷ്യൽ. അത് കഴിഞ്ഞിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വന്ന സമയത്ത് എല്ലാവർക്കും കോവിഡും കൂടെ വന്നപ്പോൾ അത് സ്പീഡാക്കി. എല്ലാവർക്കും അറിയാം ഇപ്പം ആരും കോഡിങ് AI പഠിക്കണോ എന്ന് ചോദിക്കില്ല. അവർക്കറിയാം ഇപ്പോൾ പഠിക്കണമെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ റൂളായി കഴിഞ്ഞു. ഇപ്പോൾ US പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ ചൈനയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വെരി റീസെൻ്റ്ലി ഇപ്പോൾ നേരത്തെ അർബോസ് പറഞ്ഞ മാതിരി UAE എല്ലാ സ്കൂൾസും എന്താ ഇത് മാൻഡേറ്ററി എന്തായിട്ടും KG ഓൺവേർഡ്സ് AI പഠിപ്പിക്കണം എന്നുള്ളതായി. നമ്മൾ ആ ചേഞ്ച് ഇനീഷ്യേറ്റീവ് നമ്മൾ എപ്പോൾ കാണുന്നു, ഇനി എത്ര ഫാസ്റ്റായിട്ട് പോകുന്നതിന് ബേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇന്നോവേഷനാണ് ആക്ച്വലി. ആ ഒരു ഇപ്പോൾ UAE ഗവൺമെൻറ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഇന്നോവേഷൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലാൻഡാണല്ലോ ദുബായ്. എസ്പെഷ്യലി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ റീസെന്റ് നമ്മൾ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു 1 CR ഒരു സമ്മാനം കൊടുത്ത കാര്യം നമ്മൾ കേട്ടു. അത് ബേസിക്കലി +2 പഠിക്കുന്ന ഒരു കുട്ടിക്കാണ്. അതെ, +2 ഡിഗ്രിയോ കഴിഞ്ഞ കുട്ടിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതും മലയാളിക്കാണ്. അപ്പം മലയാളി എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ഇൻഡസ്ട്രിയിൽ അസാധ്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും ഇപ്പം കോഡേഴ്സ് ആവണമെന്നോ അല്ലെങ്കിൽ കോഡിങ് പഠിക്കണം എന്നുള്ളതല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നാളെ നമ്മളൊരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറുമ്പോൾ വി ഷുഡ് ഹാവ് എ നോളജ് അല്ലേ, റിഗാർഡ്ലെസ് ഓഫ് ദ ഡൊമൈൻ. അതാണ് ഇപ്പൊ നമ്മളെ ഉദ്ദേശം എല്ലാവരും സോഫ്റ്റ് എഞ്ചിനീയേഴ്സ് ആക്കലല്ല. അതെ, അവർ ഏത് ഡൊമൈനിൽ പോവാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ടെക്നോളജി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ട് ഗൾഫിലേക്ക് വരുമ്പോൾ അറബി അറിയണമെങ്കിൽ വി ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. പണ്ട് ഇന്നും നമ്മളൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എനിക്കിവിടെ അറബി അറിയാൻ, ഞാൻ ഫ്ലുവൻ്റ് സംസാരിക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ നമ്മൾ ഈ വേൾഡിൽ ജീവിക്കുമ്പോൾ AI-ൻ്റെ ഇതിലൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ അതിൻ്റെ ലാംഗ്വേജസ് നമുക്ക് അറിയുകയാണെങ്കിൽ വി ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്. അറ്റ്ലീസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് എന്തല്ല അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബയോളജി സ്റ്റുഡൻറ്റിന് ഒരുപാട് കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഇതെല്ലാം ഭയങ്കര ഡീപ്പായിട്ട് നോളജ് ഉണ്ടായിരിക്കണം, കാരണം അത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പക്ഷെ അത്ര പോലും എന്തില്ല, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. വളരെ ഈസിയാണ് എല്ലാവരും പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ GPT, ഇപ്പം എല്ലാവരും പറയുന്നത് ഇപ്പം AI എന്ന് പറയുന്നത് ChatGPT ആയിട്ട് എന്ത് മിസ്കൺസെപ്ഷൻ ചെയ്യുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോസ് കണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഹാരിസ് ഖാൻ്റെ ഒരു അഭിപ്രായത്തിൽ റിയൽ വേൾഡിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റിയൽ വേൾഡിൽ എന്താണ് ഈ മെഷീൻ ലേണിംഗ്, നിങ്ങളൊരു നാളത്തെ കുട്ടികളോട് അഡ്വൈസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ട് മനുഷ്യന്മാർക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങളെ കണ്ടു, സൽമാനെ കണ്ടു, ഇനി നെക്സ്റ്റ് ടൈം എനിക്ക് സൽമാനെ കാണുമ്പോൾ സൽമാനാന്ന് മനസ്സിലാവും. അതൊരു ഇൻ്റലിജൻസ് ആണ്. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ആ ഇൻ്റലിജൻസ് നമുക്ക് കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സമയത്ത് അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. അപ്പോൾ അതിന് മെഷീൻ ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണുന്നത് ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആയിട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സാധാരണ ഇതിൽ മനസ്സിലാവും. പക്ഷെ ഒരു കമ്പ്യൂട്ടറാണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും 2 ഡയമെൻഷണൽ ഫിഗർ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ സാധനം. അപ്പം നിങ്ങളെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിലുമാണ് അത് പോയിട്ട് പഠിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മനുഷ്യനാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ ഡേറ്റ അതിന് കൊടുക്കണം. ആ ഒരു സംഭവമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ ഡേറ്റ കൊടുക്കുന്നു, എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് മെഷീൻ ലേണിംഗിലേക്ക് പോകുന്നത്. അപ്പം ഒരു ചെറിയൊരു കുട്ടീനോട് നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമനായിട്ട് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഇൻ്റലിജൻസ് നമുക്ക് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റണം. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയട്ടെ, ഐ നോ ഇറ്റ്സ് എ കോംപ്ലക്സ് തിങ്, ലൈക്ക് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വെൻ വി ടോക്ക് അബൌട്ട് കമ്പ്യൂട്ടർ സയൻസ്. അല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടീനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഒരു പാരന്റിനോട് നിങ്ങളെ കുട്ടി AI പഠിക്കുന്നത് നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ പറ്റും?
നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിനി ജീവിക്കാൻ പോകുന്ന വേൾഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ ഉണ്ട്. അപ്പം പിന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്ന ഒരാളും എന്താണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ഒരാളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവർക്ക് 24 മണിക്കൂറുണ്ട് ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരാ പഠിക്കുന്നതിൻ്റെ കൂടെ ഇതുകൂടി പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പം പണ്ട് ഇപ്പം ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ കുറവായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ആ സമയത്ത് മീഡിയം ഇല്ലെങ്കിൽ ഞാൻ കുട്ടികളെ ചേർക്കൂല എന്ന് പറയുന്ന പാരന്റ്സ് ഇപ്പൊ ഉണ്ടായി. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഇവർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആയിട്ടാണ് കാണുന്നത്. എല്ലാവരും ഗ്ലോബലി പുറത്ത് ട്രാവൽ ചെയ്യുമ്പം എൻ്റെ മോൻ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പുറകോട്ട് പോകുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ AI അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾ നിങ്ങൾ ഇപ്പോൾ ഹയർ ചെയ്യൂലല്ലോ. ഏത് പൊസിഷൻ ആണെങ്കിലും നിങ്ങൾ ഹയർ ചെയ്യില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് AI അറിയാത്ത ഒരാൾ എപ്പോഴും ലെഫ്റ്റ് ബിഹൈൻഡ് ആയിരിക്കും സൊസൈറ്റിയിൽ. എന്താണെന്ന് അറിയാത്ത ആൾക്കാർ എപ്പോഴും എന്താന്ന് അറിയാന്നുള്ളത് ദിറ്റ്സ് വൺ തിങ്. എന്താന്ന് എനിക്ക് തോന്നുന്നത് ഗൂഗിളും മൈക്രോസോഫ്റ്റ് നിങ്ങളെ അറിയിക്കും. ലൈക്ക് ഇഫ് യു ഹാവ് എ മൊബൈൽ ദേ വിൽ ടീച്ച് യു. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ യു ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ്. അല്ലെങ്കിൽ എന്താ പറയുക, ദേ വിൽ യൂസ് യു. ഇപ്പോൾ യൂട്യൂബ് എല്ലാവരും നോക്കുന്നുണ്ട്. AI ഉപയോഗിച്ചിട്ടാണ് നിങ്ങളത് യൂട്യൂബിന് അഡിക്റ്റ് ആക്കുന്നത്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ യു ക്യാൻ ലീവ് എബോവ് ദാറ്റ്. നിങ്ങളൊരു ക്രിയേറ്റേഴ്സ് ആയിട്ട് എടുക്കാം. You can create it. Users to creators. Creators തന്നെ. We are all users of technology. Right now we don't need to teach how to use it. ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. ഒരു രോഗി ഹോസ്പിറ്റലിലാണ്. അപ്പം കാലിനെന്തോ പ്രോബ്ലം ആയിട്ട് കാലിലിങ്ങനെ കെട്ടുന്നുണ്ട്. അപ്പുറത്ത് ഡോക്ടർ GPT സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു പാരന്റ് പറയാൻ എൻ്റെ കുട്ടി ഡോക്ടർ ആവാനുള്ളതാണ്, അവനക്കിതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദീപക് സർ എന്ത് പറയും അവരോട്? എനിക്ക് ഓർമ്മ വരുന്നത് 2016 പൈത്തൺ പഠിക്കുന്ന ഒരു MBBS ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ എല്ലാ ഫീൽഡിലും ഈവൻ ഡോക്ടർ ആണെങ്കിലും ഈവൻ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെങ്കിലും വരെ AI-യും കോഡിങ്ങിൻ്റെ ഒക്കെ പഠിക്കുന്നുണ്ട്. അവർ സിലബസിലുണ്ട് ആക്ച്വലി. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പോലും പഠിക്കുന്നുണ്ട്? പൈത്തൺ ഫോർ മാനേജേഴ്സ് എന്ന കോഴ്സ് UK എത്രയോ കാലം മുന്നേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പഠിക്കുന്നത് ഒരിക്കലും ആ ഡൊമൈനിലേക്ക് പോകാൻ പണ്ട് അങ്ങനെയായിരുന്നു ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു പൈത്തൺ പഠിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാൾ പ്രോഗ്രാമർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഠിക്കുന്നത്. ഇപ്പം അതല്ല, എല്ലാ ഫീൽഡിലേക്കും പിന്നെ ആ ടെക്നോളജി നോഹോ ഉള്ള ആൾക്കാരുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന റേഡിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഇപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളി പൈത്തൺ പഠിക്കുന്നുണ്ട്. പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ടെക്നോളജിക്കലി കാരണം അവർ യൂസ് ചെയ്യുന്ന ഡിവൈസസിലും അതിലേക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടതിലും ഇപ്പോൾ അവർക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യേണ്ടതിലും ഒക്കെ അവർ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ സം വേ. അപ്പോൾ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാനായിട്ട് ദേ നീഡ് ടു ഹാവ് സം ടെക്നിക്കൽ ഡീറ്റെയിൽസ് അബൌട്ട് ഇറ്റ്. അവരെ പ്രൊഫഷൻ മാറാൻ വേണ്ടിയിട്ടല്ല, അവരെ പ്രൊഫഷൻ തന്നെ എഫിഷ്യന്റ് ആക്കാനും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞ എല്ലാ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റൈറ്റ് നൗ വി ഹാവ് ഒരു ബേസ് നമുക്ക് കേരളത്തിലുണ്ട്. സോ വാട്ട്സ് ദ പ്ലാൻ ഓഫ് ഇൻ ഇന്ത്യ എക്സ്പാൻഷൻ വേ? വി സ്റ്റാർട്ടഡ് വിത്ത് ദ എക്സ്പാൻഷൻ ആക്ച്വലി സൈബർ സ്ക്വയറിന്റെ. നമുക്കിപ്പോൾ കറന്റ് ഒരു 13 സ്റ്റേറ്റ്സിലേക്ക് പ്രസൻസ് ഉണ്ട് ഇന്ത്യയിൽ. അത് നമ്പേഴ്സ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഒരു നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിൽ അല്ലെങ്കിൽ 10 ഇയേഴ്സിൽ സൈബർ സ്ക്വയർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? വാട്ട്സ് യുവർ വിഷൻ ഓൺ ദാറ്റ്? നമ്മൾ 10 മില്യൺ അച്ചീവ് ചെയ്യുക എന്നുള്ളത് 1 കോടി ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഒരു ഐഡിയ എത്തുക എന്നുള്ളതാണ്. ആ 1 കോടി നമ്മൾ എത്താൻ കാരണം എന്ന് വെച്ചാൽ 1 കോടി നിങ്ങൾ നേരത്തെ പറഞ്ഞ 1 കോടി ആൾക്കാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്നുള്ളതാണ്. ഒരു ക്രിട്ടിക്കൽ മാസ് അവിടെ ഇതാവുന്നതോട് കൂടിയിട്ട് ഒരു കോട്ടൊക്കെ പറഞ്ഞോളൂ. എന്താ പറയല്ലോ, ഒരു കുട്ടീനെ ഒരുപാട് കാലത്തേക്ക് നമ്മൾ പറഞ്ഞു നമുക്കത് ആഡ് ചെയ്യാം വീഡിയോയില്. ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ബേസിക്കലി ആൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ. അത് ചൈന ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ അത് അടുത്ത ജനറേഷൻ, ഒരു രാജ്യത്തിന്റെ മെയിൻ അസറ്റ് എന്ന് പറയുന്ന യൂത്താണ്, അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടിയാൽ അവർ ഏറ്റവും നല്ലതായിട്ട് എന്തെങ്കിലും മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ചൈന ആയാലും ഇപ്പം UAE ആയാലും ഒക്കെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എഡ്യൂക്കേഷനിൽ അവർ കൂടുതൽ ഇൻവെസ്റ്റ്. പിന്നെ ഞാൻ പറയുന്നത് ഒരു ലെവലറായിരിക്കും ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചിട്ട് എഞ്ചിനീയറോ ഡോക്ടറോ ആയിട്ടുള്ള വീടുകളിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ലിവിങ്
ബാക്കി പഠിക്കാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാവില്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈയിങ് ടു സേ? അതായത് ആ ഒരു ഇപ്പം നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും ഒരു ഇതും കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ആക്സസ് ടു ദ ഹോൾ നോളജ്. അത് വെച്ച് നിങ്ങൾക്ക് യു ക്യാൻ റീച്ച് എനിവെയർ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവത്തിൽ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജി പഠിപ്പിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ലെവൽ ഫീൽഡ് ഉണ്ടാവും. അതായത് പാവപ്പെട്ടവനോ അല്ലെങ്കിൽ പണക്കാരനോ എന്നുള്ള ഡിഫറൻസ് ഇല്ലാണ്ട് ഒരു ലെവൽ ഫീൽഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. സീ യു.